യെല്ലോ ഗായ്സ്, ഒരു ദിവസം തന്നെ 3 സിനിമ കണ്ടുകളിൽ പോയ എൻ്റെ കഥയാണ് ഞാൻ ഇവിടെ അവതരിപ്പിക്കാൻ പോകുന്നത്. അപ്പോൾ ഏപ്രിൽ 10th കുറേ ഫിലിം റിലീസ് ആയിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ ഞങ്ങൾ എമ്പുരാൻ കാണാൻ പോയ സമയത്ത് ആലപ്പുഴ ജിംഖാനൻ്റെ ട്രെയിലർ കണ്ടപ്പോൾ തന്നെ വിചാരിച്ചതാണ് ഇതിനെന്തായാലും പോയിരിക്കണമെന്ന്. അപ്പോൾ ഏപ്രിൽ 10th റിലീസ് ചെയ്ത സമയത്ത് തന്നെ അങ്ങോട്ട് പോയി കാണാമെന്ന് വിചാരിച്ചു. ആക്ച്വലി ഒരു ഉച്ച സമയത്തൊക്കെ ബുക്ക് ചെയ്താൽ മതിയായിരുന്നു. പക്ഷേ എല്ലാവരും ഇങ്ങനെ പെട്ടെന്ന് ബുക്ക് ചെയ്ത് പോകുന്നതുകൊണ്ട് നമുക്ക് മുന്നിലത്തെ സീറ്റൊക്കെ കിട്ടിക്കൊണ്ടിരുന്നത്. അപ്പോൾ പിന്നെ അത് നോക്കി വന്നപ്പോൾ ഫസ്റ്റ് ഷോ അങ്ങോട്ട് ബുക്ക് ചെയ്തത്. അതായത് 10 മണിക്കുള്ള ഷോ തന്നെ ഞങ്ങൾ അങ്ങോട്ട് ബുക്ക് ചെയ്തിട്ടു. അപ്പോൾ പ്രശ്നം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ നന്മൻ്റെ എന്ന് കാലിക്കറ്റ് ടൗൺ വരെ എത്തുക എന്ന് പറഞ്ഞാൽ ഏറ്റവും വലിയൊരു ടാസ്കും വലിയൊരു മന്ദബുദ്ധരമാണ് ഞാൻ ചെയ്തത് ഈ 10 മണിക്ക് ബുക്ക് ചെയ്യാന്നുള്ളത്. പക്ഷേ എന്ത് ചെയ്യാനാണ്, ടിക്കറ്റ് കിട്ടണ്ടേ? ഇവർ ഞാൻ അങ്ങോട്ട് നോക്കി സംസാരിക്കുന്നത് എന്താണെന്ന് അറിയോ, ഈ കണ്ണിലേക്ക് ഇങ്ങനെ ഗ്ലെയർ അടിക്കുന്നില്ല, അതുകൊണ്ടാണ് ഞാൻ അങ്ങോട്ട് നോക്കി സംസാരിക്കുന്നത്. ഐ നോ, പക്ഷേ കണ്ണട വെക്കാണ്ട് എനിക്ക് എന്താ പറയുക, കണ്ണ് കാണുന്നില്ലല്ലോ മര്യാദയ്ക്ക്, അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ എന്താണെന്ന് സംസാരിക്കുന്നത്. ചില സമയത്ത് എന്തൊക്കെ, ചില സമയത്ത് അങ്ങനെ നിൽക്കുന്നതായിരിക്കും. അപ്പോൾ പറഞ്ഞു വന്നത് എന്തെന്ന് വെച്ചാൽ കഷ്ടപ്പെട്ട് എത്ര നേരത്തെ എണീച്ച് എത്ര നേരത്തെ റെഡി ആവാൻ നോക്കിയാലും എന്തായാലും ലേറ്റ് ആവും. അത് എപ്പം ഞാൻ 10 മണിക്കുള്ള ഷോ ബുക്ക് ചെയ്താലും ഇത് തന്നെയാണ് അവസ്ഥ. എന്നിട്ട് ഇപ്പം എനിക്കാണെങ്കിൽ വീടിൻ്റെ അവിടെ നിന്ന് മെയിൻ റോഡിലേക്ക് എത്തണമെങ്കിൽ തന്നെ ഒരു ബസ് പിടിക്കണം. എന്നിട്ട് അവിടെ നിന്ന് മെയിൻ റോഡിൽ നിന്ന് പിന്നെ ടൗണിലേക്ക് വേറെ ബസ്, അങ്ങനെയൊക്കെയാണ് കേട്ടോ. അങ്ങനെ കുറച്ച് നേരം അധികം ഞാൻ വെയിറ്റ് ചെയ്ത് നിന്നു. പിന്നെ ഈ രാവിലത്തെ സമയമുണ്ട്, ഞാൻ വിചാരിച്ചു ഇപ്പോൾ സ്കൂളൊക്കെ അടച്ച സ്ഥിതിക്ക് തിരക്കൊന്നും ഉണ്ടാവില്ലെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ സീറ്റ് കിട്ടിയില്ല എന്തായാലും. അങ്ങനെ നിന്ന് വേർത്ത് കുളിച്ച് ഞാൻ അവസാനം, എനിക്ക് തോന്നുന്നത് 1/4 മണിക്കൂർ ഞാൻ നിന്നിട്ടാണ് അവസാനം എനിക്ക് സീറ്റ് കിട്ടിയത്. അതുമല്ല, ഈ ബാലുശ്ശേരി കോഴിക്കോട് ബസ്സിൽ നമുക്ക് ലേശം ഒരു എന്തൊരു പ്രതീക്ഷയൊക്കെ ഉണ്ട്, ഇങ്ങനെ പറപ്പിച്ച് വിടുന്നുള്ളത്. ഇതുണ്ടല്ലോ, ഇതൊരുമാതിരി ബാലുശ്ശേരി കോഴിക്കോട് ബസ്സിൻ്റെ ഒരു അപമാനം തന്നെയായിരുന്നു ഞാൻ കയറിയ ബസ്. ഈ സ്പീഡും ഇല്ല, ഒരു കോപ്പുമില്ല. എനിക്കാണെങ്കിൽ ടെൻഷൻ അടിച്ചിട്ടുണ്ടല്ലോ, കാരണം 10 മണിക്ക് ഫിലിം ഇവിടെ തുടങ്ങും. കൊറോണേഷനിലായിരുന്നു ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ 10 മണിക്ക് ഫിലിം തുടങ്ങും ചെയ്യും. അതിൻ്റെ മുന്നിൽ എത്തും വേണ്ടേ, ബസ് സ്റ്റാൻഡിൽ എത്തിയിട്ട് ഓട്ടോ പിടിച്ച് അങ്ങോട്ട് പോകും വേണ്ടേ. അതിൻ്റെ മൊത്തത്തിൽ ടെൻഷനായിരുന്നു. പക്ഷേ എങ്ങനെയോ ഞാൻ അങ്ങോട്ട് എത്തി. പക്ഷേ ചങ്കിൻ്റെ അമ്മയും കൂടി ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. ലേറ്റായിട്ട് പോയിട്ടുണ്ടായിരുന്നു. പക്ഷേ സാരമില്ല, വലുതായിട്ട് മിസ്സൊന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല. എല്ലാവരും ഏകദേശം ഒരു കറക്റ്റ് ഞങ്ങളുടെ സമയത്ത് തന്നെ എത്തിയിട്ടുണ്ടായി. കുറച്ച് മിസ്സായി, എന്നാലും കുഴപ്പമില്ല. സംഭവം കണ്ടു. ആലപ്പുഴ ജിംഖാന വെരി നൈസ് മൂവിയാണ്. എനിക്കാണെങ്കിൽ ഇത് കണ്ടുകൊണ്ടിരിക്കുന്നുണ്ടല്ലോ, എനിക്കിങ്ങനെ കയറി ഒട്ടിക്കാനുള്ള മൂടൊക്കെ വന്നു പോയി. എന്താണെന്നറിയില്ല, ഒരു പ്രത്യേക തരം ഒരു നമുക്ക് ഉള്ളുന്നൊരു സാധനം ഇങ്ങനെ കയറി വരില്ല, അങ്ങനെയൊക്കെ വന്നു. പിന്നെ ഇപ്പോൾ ഞാൻ ഈ മൂവി റിവ്യൂസ് ആയിട്ടല്ല, ഞാൻ എൻ്റെ അഭിപ്രായം പറയുകയാണ്. അപ്പോൾ പല 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 രീതിയിലുള്ള സാധനങ്ങളൊക്കെ വരുന്നുണ്ട്, റിവ്യൂസൊക്കെ വരുന്നുണ്ട്. ഇപ്പം ഞാൻ പണ്ട് പറഞ്ഞതുപോലെ തന്നെ ഇപ്പോഴും പിന്നെയും പറയുകയാണ്, നമ്മൾ ഈ റിവ്യൂസ് കണ്ടിട്ട് പോകേണ്ട ആവശ്യമില്ല. നമ്മൾ ഓരോ ഒപ്പീനിയൻ പറയുകയാണ്. നിങ്ങൾക്ക് കാണാമെന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങൾ എന്താ തിയേറ്ററിൽ പോയി കാണാം. തിയേറ്റർ വാച്ചാണ് സത്യം പറയാലോ. എനിക്ക് അങ്ങനെയാണ് തോന്നിയിട്ടുള്ളത്. നൈസായിരുന്നു. പിന്നെ അത് കഴിഞ്ഞിട്ട് നമുക്ക് ഗുഡ് ബാഡ് അഗ്ലി കാണണമെന്നായിരുന്നു ഞങ്ങൾ വിചാരിച്ചുകൊണ്ടിരുന്നത്. അപ്പം നേരെ ഹൈലൈറ്റ് മോളിലേക്ക് വിട്ടു. ഹൈലൈറ്റ് മോളിൽ പാലാക്സി സിനിമാസിലേക്ക് വിട്ടു. അപ്പോൾ ഗുഡ് ബാഡ് അഗ്ലി നോക്കിക്കൊണ്ടിരിക്കുമ്പോഴാണ് മരണമാസം ഞങ്ങൾ കണ്ടത്. അതായത് ഞങ്ങൾ എത്തുന്നത് ഏകദേശം ഒരു 1 ഒക്കെ ആയപ്പോൾ ഞങ്ങൾ അവിടെ എത്തി. ഈ ജിംഖാന കഴിഞ്ഞിട്ട് 1 ഒക്കെ ആയപ്പോഴാണ് അവിടെ എത്തിയത്. എന്നിട്ട് നോക്കിയപ്പോൾ 1:15 1:30 ഉണ്ട് മരണമാസം. 1:15 ബുക്ക് ചെയ്താൽ വളരെയധികം ജഗബായി പോവല്ലോ, ഒന്ന് ശ്വാസം എടുക്കാനും കൂടി നേരം ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഞങ്ങൾ 1:30 ഷോ അങ്ങോട്ട് ബുക്ക് ചെയ്തു. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ അവിടെ ചുമ്മാ ഉല്ലാത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു. ബാത്റൂമിലൊക്കെ പോയിട്ട് വെറുതെ സെൽഫിയൊക്കെ എടുക്കുക, വീഡിയോസ് എടുക്കുക, ഇങ്ങനെയൊക്കെ ആയിരുന്നു. അതിനുശേഷം ഞങ്ങളിതാ പോവുകയാണ് മരണമാസ് കാണാൻ വേണ്ടിയിട്ട്. പിന്നെ ഈ സംഭവം കണ്ടില്ലേ, ഇത് ആക്ച്വലി ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. ഞാൻ വേറെ തിയേറ്ററിലൊന്നും കണ്ടിട്ടില്ല. ഇത് പാലാക്സി സിനിമാസ് ഓഫ് കോഴ്സ് പുതിയതായിട്ട് ന്യൂ ആയിട്ട് ലോഞ്ച് ചെയ്തൊരു സാധനമാണല്ലോ. അപ്പോൾ പിന്നെ ഞാൻ ഇതിനെന്താ പറയും, ലോഞ്ചർ എന്നാണ് പറയാൻ തോന്നുന്നത്. അതായത് നമുക്കിങ്ങനെ മുന്നിലുള്ളതാണ്, നമുക്കിങ്ങനെ കിടന്നിട്ട് കാണാൻ പറ്റുന്ന കേട്ടോ. അപ്പോൾ ഞങ്ങളിന്ന് കിടന്നൊക്കെ നോക്കി, കാരണം ആൾക്കാർ വരുന്നുണ്ടായിരുന്നല്ലോ. അപ്പോൾ പിന്നെ നാണം കണ്ടല്ലോ, അപ്പം നാണം കെടൂലല്ലോ. അപ്പോൾ ഞങ്ങളിങ്ങനെ ചുമ്മാ കിടന്നൊക്കെ നോക്കി, നല്ല വിശാലമായ സ്ഥലം, ഇതൊക്കെ ബുക്ക് ചെയ്തതിന് സുഖമായിട്ട് കാണാമെന്നൊക്കെ പറഞ്ഞു. പക്ഷേ ഞങ്ങൾ കുറച്ച് ബാക്കിലേക്കാണ് ബുക്ക് ചെയ്തത്. അപ്പോൾ ഞങ്ങൾ പിന്നെ അങ്ങോട്ടേക്ക് പോയി. അങ്ങനെ മരണമാസം കണ്ടു തീർത്തു. ഒരു 4 കാർഡ് വണ്ടി, പിന്നെ എനിക്ക് തോന്നുന്നത് നാച്ചോസ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു, പിന്നെ വേറെന്തോ സാധനം വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അതിൻ്റെ കൂടെ ഞാൻ വാട്ടർമെലൺ സ്ലഷ് വാങ്ങിച്ചിട്ടുണ്ടായി. ഇതല്ലേ ക്യൂട്ട് ഹാർട്ടൊക്കെ, അത് ഞാൻ വീട്ടിലേക്ക് എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം പിന്നെ അതിൻ്റെ ഇടയിൽ കൂടെ തൊട്ടപ്പുറത്തിരിക്കുന്ന കപ്പിൾസിൻ്റെ ലീലാവിലാസങ്ങളും എല്ലാത്തിനും നടുവിൽ കൂടി ഞങ്ങൾ മരണമാസം കണ്ട് തീർത്തിരിക്കുന്നു. എനിക്ക് പേഴ്സണലി മരണമാസം ഇഷ്ടപ്പെട്ടു, കാരണം ഞാൻ കുറേ സ്ഥലത്ത് ചിരിച്ചിട്ടുണ്ടായിരുന്നു. അത് എനിക്ക് തോന്നുന്ന ചിരിയുടെ കാര്യത്തിൽ ആലപ്പുഴ ജിംഖാനേക്കാട്ടും കൂടുതൽ ചിരിച്ചത് ഞാൻ മരണമാസത്തിലാണ്. എനിക്കത് നല്ലൊരു വൈബ്, നല്ലൊരു മൂഡിലിരുന്ന് ഞാൻ അങ്ങനെ കണ്ട് ചിരിച്ച് ആകർഷിച്ച് ഇതാക്കായിരുന്നു. അതും എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടു. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ പുറത്തിറങ്ങി ഞങ്ങളുടെ ഹഗമഗ്, ഇപ്പോൾ എല്ലാവർക്കും അറിയുന്നുണ്ടാവുമായിരിക്കും, എൻ്റെ കുറച്ച് സബ്സ്ക്രൈബ് ചെയ്തിട്ടുള്ള ആൾക്കാർക്ക് മനസ്സിലാവുമായിരിക്കും ഈ ഞാനും ഹഗമഗും തമ്മിലുള്ള ആത്മബന്ധം എന്താണെന്നുള്ളത്. പിന്നെ ഫസ്റ്റ് സ്ലൈസും അങ്ങനെ അത് കുടിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഈ എറണാകുളത്ത് നിന്ന് കെട്ടിയെടുത്ത എൻ്റെ ചങ്കും പിന്നെ ചങ്കിൻ്റെ വൈഫും ഉണ്ടായിരുന്നു. അപ്പം അവരെ കാണാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ഹൈലൈറ്റിൽ നിന്ന് എരഞ്ഞിപ്പാലം വരെ പോയി. എരഞ്ഞിപ്പാലത്ത് നിന്ന് ഇങ്ങോട്ടേക്ക് ഓടി വരികയായിരുന്നു. കാരണം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ പിന്നെയും ബുക്ക് ചെയ്തു ബസൂക്കയ്ക്ക് വേണ്ടിയിട്ട്. 6:45 ബസൂക്കയ്ക്ക് വേണ്ടിയിട്ട് ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞങ്ങൾ അവിടെ പോയി ഇവിടെ വന്നപ്പോഴേക്കും ഏകദേശം ഒരു എനിക്ക് തോന്നുന്നു 6:30 എന്തോ ആയിട്ടുണ്ടായിരുന്നു. പക്ഷേ
അതിൻ്റെ ഇടയിൽ ലേശം എന്തെങ്കിലുമൊക്കെ കഴിക്കണ്ടേ എന്നുള്ള രീതിയിൽ, കാരണം എനിക്കാണെങ്കിൽ ലേശം ഷുഗർ ഇങ്ങനെ കുറയുന്നുണ്ടെന്ന സംശയമൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ എന്തെങ്കിലുമൊക്കെ കഴിക്കണ്ടേന്ന് വിചാരിച്ചിട്ട് അതിൻ്റെ ഉള്ളിൽ നിന്ന് ഓർഡർ ചെയ്താൽ മതിയായിരുന്നു. പക്ഷേ ഉള്ളിൽ നിന്ന് ഓർഡർ ചെയ്യാന്ന് വെച്ചാൽ കുറച്ചധികം എക്സ്പെൻസീവ് ആയതുകൊണ്ട് ഞങ്ങൾ പുറത്തുനിന്ന് തന്നെ മറ്റേ ചായ ജംഗ്ഷൻ ടി ജംഗ്ഷൻ എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലത്ത് നിന്ന് ഞങ്ങൾ കുറച്ച് പൊരിച്ച സാധനങ്ങളൊക്കെ ഓർഡർ ചെയ്ത്, പിന്നെ എന്താണെന്നറിയില്ല, എന്താ തലയിൽ കയറിയെന്നറിയില്ല, അതിൻ്റെ ഇടയിൽ കൂടെ ഞങ്ങൾ കുറച്ച് എൻ്റെ ഇൻസ്റ്റാ റീൽസൊക്കെ എടുക്കുന്നുണ്ടായി. അതെല്ലാം കഴിഞ്ഞ് ഒരു പെർഫെക്റ്റ് ഷോട്ട് കിട്ടുമ്പോഴേക്കും ഒരു 6:45 ലേശം കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ എല്ലാം കഴിച്ച് ഓടിച്ചാടി കയറി. അപ്പോൾ ഞങ്ങൾ ബുക്ക് ചെയ്തത് നേരത്തെ മരണമാസത്തിന് പോയപ്പോൾ ലോഞ്ചർ കണ്ടിട്ട് ഞങ്ങൾ വെള്ളമാക്കിയിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ ബസൂകയ്ക്ക് ഞങ്ങൾ ഓൺലൈനാണ് ബുക്ക് ചെയ്തത്. അതായത് ലാസ്റ്റ് മിനിറ്റ് ഓൺലൈൻ ബുക്ക് ചെയ്തതായിരുന്നു. അപ്പോൾ ഫ്രണ്ടിലാ സീറ്റിലെ ലോഞ്ചർ അത് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അതങ്ങോട്ട് ബുക്ക് ചെയ്തു. പക്ഷേ സത്യം പറയാലോ, ഈ കിടക്കാന്നുള്ളൊരു അഡ്വാൻറ്റേജ് ഉണ്ട്, അത് നല്ലതൊക്കെ തന്നെയാണ്. പിന്നെ ബാക്കിലുള്ള സീറ്റിനെക്കാട്ടും കൂടുതൽ എക്സ്പെൻസീവ് ആണ് ഈ സാധനം. ഇത് എനിക്ക് തോന്നുന്നു 250 റേഞ്ചിൽ വരുന്നതാണെന്ന് തോന്നി ലോഞ്ചർ എന്ന് പറഞ്ഞത്. കിടന്നൊക്കെ കാണാൻ നല്ല വിശാലമായിട്ട് കാലൊക്കെ നീട്ടി വെച്ച് കാണാം. പക്ഷേ സാധനം തിയേറ്റർ ഏറ്റവും മുന്നിലാണല്ലോ ഇരിക്കുന്നത്. അപ്പോൾ എനിക്കാണെങ്കിൽ എന്താണെന്നറിയില്ല, എല്ലാവരും ഇങ്ങനെ വലുതായിട്ട് ഇങ്ങനെ കാണുന്നുണ്ട്. നമ്മൾ തൊട്ട് താഴെ ഇരിക്കുന്നത്. അപ്പം എല്ലാവരും ഭയങ്കര വലുതായിട്ടുമാണ്. പിന്നെ എനിക്കാണെങ്കിൽ ലേശം കഴുത്ത് ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് വെക്കാനൊന്നും പറ്റുന്നില്ല. അങ്ങനത്തെ ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഈ രാവിലെ മുതലേ തലേദിവസം ഉറങ്ങിയിട്ടും കൂടി ഇല്ല, രാവിലെ മുതലേ ഉള്ള ഓട്ടോ ആണല്ലോ. അപ്പോൾ ബസൂക്ക എനിക്ക് അത്ര ഇഷ്ടപ്പെട്ടിട്ടില്ല. ഞാൻ ഇത്രയും കഥ പറഞ്ഞത് ഇത് പറയാൻ വേണ്ടിയിട്ടായിരുന്നു. അതായത് ബസൂക്ക എനിക്ക് എന്തോ ഇടയ്ക്ക് അവിടെ ഇവിടെയൊക്കെ ലേശ ലാഗ് പോലെ തോന്നി. പിന്നെ ഈ കിടക്കുന്നതുകൊണ്ടും ആണെന്ന് തോന്നുന്നു, ഇത്ര ക്ഷീണമുള്ളതുകൊണ്ട് കിടക്കുന്നതുകൊണ്ടൊക്കെ തന്നെയാണെന്ന് തോന്നുന്നു. ഇങ്ങനെ കണ്ണൊക്കെ ഇങ്ങനെ അറിഞ്ഞു പോകുന്നുണ്ടായിരുന്നു. എൻ്റെ ചങ്കാണെങ്കിൽ ഒരു 10 മിനിറ്റ് അവിടെ കിടന്ന് ഉറങ്ങുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ ബസൂക്ക ആ ലാസ്റ്റിൽ അങ്ങോട്ടേക്കാണ് കുറച്ചൊരു എന്നുള്ളത് കേട്ടോ. എന്താ പറയുക, ഒരു ഡിഫറെൻ്റ് ആയിട്ട് ഒരു സംഭവം, അതാണ് ബസൂക്ക. അപ്പം എനിക്കൊന്ന് കട്ട മമ്മൂക്ക ഫാൻസിനൊക്കെ ഇത് ഇഷ്ടപ്പെടുന്നതാണെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. പിന്നെ ഞാൻ പറഞ്ഞില്ലേ, ഞാൻ റിവ്യൂസ് പറയാൻ ആളല്ല, എൻ്റെ ഒരു ഒപ്പീനിയൻ പറഞ്ഞു എന്നേ ഉള്ളൂ. അപ്പം കാണാൻ ആഗ്രഹമുള്ളവർ തിയേറ്ററിൽ പോയി കാണാം. പിന്നെ എല്ലാം കഴിഞ്ഞ് ഇറങ്ങി വന്നപ്പം എനിക്കൊന്ന് 10 മണി ആവാനായിട്ടുണ്ടായിരുന്നു തോന്നുന്നു. എനിക്കാണെങ്കിൽ വിശക്കുന്നുണ്ടായി. പിന്നെ എന്തോ ഭാഗ്യത്തിന് മറ്റേ ഫുഡ് കോർട്ടൊന്നും പൂട്ടിയിട്ടുണ്ടായിരുന്നില്ല. എനിക്ക് എൻ്റെ ഓർമ്മയിൽ ഏതോ ഒരു മോളിൽ ഞങ്ങളിങ്ങനെ ഫിലിം കാണാൻ പോയ സമയത്ത് ഫുഡ് കോർട്ടൊക്കെ പൂട്ടിക്കിടക്കുന്നു. ഫുഡ് കോർട്ട് മൊത്തമല്ല, ഏതോ ഒരെണ്ണം മാത്രം ഓപ്പൺ ആയിട്ട് ബാക്കിയെല്ലാം പൂട്ടിക്കിടക്കുകയായിരുന്നു. അപ്പോൾ ആ പേര് നല്ലോണം ഉണ്ടായിരുന്നു. പക്ഷേ ഹൈലൈറ്റിൽ ഏകദേശം എല്ലാം തുറന്നിട്ടുണ്ടായിരുന്നു. നല്ല തിരക്കുണ്ടായിരുന്നു. എനിക്കൊന്ന് ഈ ബസൂക്ക കാണാനായിരുന്നു ഇത്രയും ആൾക്കാർ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ ഒരു ചിക്കൻ സംഭവങ്ങൾ, പോപ്പൈസ് എന്ന ചിക്കൻ സംഭവങ്ങൾ എന്ന് ഉദ്ദേശിച്ചത് എനിക്ക് അത് ഓർമ്മയില്ലാത്ത സാധനം വാങ്ങിച്ചത്. പോപ്പൈസിനാണ് വാങ്ങിച്ചത്. നല്ല ടേസ്റ്റ് ആയിരുന്നു. അതൊക്കെ കഴിച്ചു. കാരണം വീട്ടിലെന്തായാലും ചോറും മീൻ പൊരിച്ചതൊക്കെ ചങ്കിട്ടാമ്പ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അത് കഴിച്ചില്ലെങ്കിൽ വെട്ടിക്കുള്ളെന്ന് പറഞ്ഞതുകൊണ്ട് ഞങ്ങൾ ലേശം ഇവിടുന്ന് ലൈറ്റായിട്ട് കഴിച്ചിട്ട് പിന്നെ വീട്ടിലേക്ക് പോവുകയാണ് ചെയ്തത് കേട്ടോ. അങ്ങനെ റിലീസ് ചെയ്ത ദിവസം തന്നെ 3 സിനിമയും കാണാൻ പറ്റുന്നത് സത്യം പറഞ്ഞാൽ തീരെ പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. ആലപ്പുഴ ജിംഖാന മാത്രമായിരുന്നു പ്ലാൻഡ്. പിന്നെ ഞങ്ങൾ കാണാൻ ഉദ്ദേശിച്ചത് ഗുഡ് ബാഡ് അഗ്ലി ആയിരുന്നു. അപ്പോൾ അതിന് പകരമാണ് മരണമാസവും. പിന്നെ ബസൂക്ക തീരെ പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല. ബസൂക്ക ലാസ്റ്റ് മിനിറ്റായിരുന്നു. ഞാൻ മരണമാസം കഴിഞ്ഞ് ഫ്രണ്ടിനെയും കണ്ടിട്ട് ഞാൻ തിരിച്ച് വീട്ടിൽ പോകുന്നൊക്കെയായിരുന്നു വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷേ അതിൻ്റെ ഇടയിൽ കൂടെയാണ് ബസൂക്ക കയറി വന്നത്. അങ്ങനെ പിന്നെ ചങ്ങിൻ്റെ വീട്ടിലേക്ക് നിൽക്കാമെന്ന് പറഞ്ഞ് അങ്ങോട്ടേക്ക് പോയതായിരുന്നു. അപ്പോൾ അങ്ങോട്ടേക്ക് പോയ സമയത്താണ് മനോഹരമായ ഈ ഫയർ വർക്ക്സ് കാണുന്നത് ഗൈസ്. എൻ്റെ ഹൃദയം സന്തോഷപൂർവ്വമായി നിറഞ്ഞു തുളുമ്പിയിരിക്കുന്നു. കാരണം ഞാനിങ്ങനെ ഇത്രയും അടുത്ത് ഇങ്ങനെ കുറച്ച് ഫയർ വർക്ക്സ് കാണുന്നത് വളരെയധികം കാലത്തിന് ശേഷം കേട്ടോ. അപ്പോൾ അതിൻ്റെ ഒരു എക്സൈറ്റ്മെൻറ്റ് നല്ലോണം ഉണ്ടായിരുന്നു. അപ്പോൾ ഇതാണ് എൻ്റെ 3 സിനിമ അടുപ്പിച്ച് കണ്ട എൻ്റെ ജീവിതകഥ. അപ്പം നിങ്ങൾക്ക് ഞാൻ ഈ ഫയർ വർക്ക്സിൻ്റെ ബാക്കി ഭാഗങ്ങൾ ഇട്ട് വെച്ചിരിക്കുകയാണ്. നിങ്ങൾക്ക് കാണാൻ തോന്നുന്നുണ്ടെങ്കിൽ കണ്ടോളൂ, അല്ലെങ്കിൽ ഇത് വെച്ച് നിർത്തിക്കോളൂ. പക്ഷേ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട കേട്ടോ. ഓക്കെ, ബൈ ബൈ. ഇതെന്താ മോളോട്ട് കാണുന്നില്ല. ഓ കൊള്ളാം.